രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനായി PV അൻവർ പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കാണ്. അല്പസമയത്തിനകം മഞ്ചേരിയിൽ പൊതുസമ്മേളനം ആരംഭിക്കും. ആയിന്നാണ് മനസ്സിലാക്കുന്നത്. പോയി നോക്കാം നമുക്ക്. അല്ല, നമ്മളങ്ങോട്ടല്ലേ പോകുന്നേ. കുഴപ്പമില്ല. കാലാവസ്ഥ മഴയുടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പോലീസ് ചില സ്ഥലങ്ങളിലൊക്കെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയുന്ന വിവരങ്ങളുണ്ട്. അപ്പോൾ മഞ്ചേരി പോകുമ്പോൾ തന്നെ നമുക്കറിയാം, ട്രാഫിക് നിയന്ത്രണത്തിന്റെ പേരിൽ കിലോമീറ്ററുകൾക്കപ്പുറം വാഹനങ്ങൾ തടഞ്ഞിടുകയാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ രണ്ട് വഴിയിലും, നിലമ്പൂരിൽ നിന്ന് വരുന്നതും മലപ്പുറം വഴി, പാണ്ടിക്കാട് വഴി, കോഴിക്കോട് റോഡ്, ഇവിടെയൊക്കെ വാഹനങ്ങൾ തടഞ്ഞിട്ട് കിലോമീറ്ററുകൾ അപ്പുറം 2-3 കിലോമീറ്റർ അപ്പുറത്തെ വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുകയാണ്. അതിപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെ തോൽപ്പിക്കാനുള്ള ശ്രമമാണ്. അത് കുഴപ്പമില്ല, നടക്കട്ടെ. ഒരു ആശയം കുഴപ്പമില്ല. അതിൽ വേറെ തമാശ ഉണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് DMKന്റെ സ്റ്റേറ്റ് ലീഡേഴ്സിന്റെ വീട്ടിലൊക്കെ പോലീസ് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധമുണ്ടോയെന്ന് സംസ്ഥാനത്തെ DMK നേതാക്കളുടെ വീട്ടിൽ പോലീസ് എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരോട് ചോദിക്കുന്ന ഈ കള്ളക്കടത്തായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? അപ്പൊ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ. നമ്മളെ വിശദമായി പറയും. ഇതാണ് സ്ഥിതി. മനഃപൂർവ്വമാണ്. അപ്പൊ നിങ്ങൾ ആളുകളുണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ അറിയാൻ പറ്റും. നടക്കട്ടെ. അത് വെയിറ്റ് ആൻഡ് സീ. അത് നമുക്ക് അപ്പുറം പറയാം. അത് അപ്പുറം പാക്കലയ്യാ, ഒരു പ്രശ്നം ഇരിക്കില്ല. എല്ലാം ശരിതാണ്. അല്ല, മുന്നാടിയെ കോൺഫറൻസ് ഇരിക്കും. ഇപ്പോഴും കോൺഫറൻസ് ഇരിക്കും. നാളേക്കും കോൺഫറൻസ് ഇരിക്കും. തമിഴ് മറ്റും ഇനി പേസും. എപ്പോഴേ ഉറപ്പിച്ചാച്ച്. PV അൻവർ നിലമ്പൂരിലേക്ക് പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. മലപ്പുറം പോലീസ് പ്രതികാര നടപടി സ്വീകരിക്കുകയാണ്. ഈ യോഗത്തിലേക്ക് ആരും എത്താതിരിക്കാനുള്ള തരത്തിലേക്ക് നടപടികൾ സ്വീകരിക്കുന്നു. വാഹനങ്ങൾ തടഞ്ഞിടുകയാണ്. ഒപ്പം തന്നെ DMK പ്രവർത്തകരുടെ വസതിയിലേക്ക് സ്വർണ്ണക്കടത്ത് ബന്ധം ആരോപിച്ചൊക്കെ പോലീസ് എത്തുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. എല്ലാ കാര്യങ്ങളും ഈ യോഗത്തിൽ സംസാരിക്കും. കൂടാതെ അദ്ദേഹം തമിഴ് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നു. തമിഴാണ്, അതായത് DMK ബന്ധം എന്നുള്ളതിന്റെ സൂചനയായി അതിനെ നമുക്ക് കണക്കാക്കാം.